നമുക്കിനി കുണികുളിടാം. ഇതിപ്പോൾ കാണുമ്പോൾ ദിയയ്ക്ക് നല്ല വലുതാണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അല്ലേ? കെട്ടുമ്പോൾ മനസ്സിലായി. കെട്ടുമ്പോൾ ചെറുതാവും. എന്നിട്ട് അത് മാറ്റി ഒന്നും കൂടിയും കെട്ടിയിട്ട് വരാൻ പറയും. അതെങ്ങനെയെങ്കിലും ഇടുക തന്നെ. ഇത് കുറച്ച് ഇത് വരുന്നതല്ലേ, ഇങ്ങനെ ആവണ ടൈപ്പാണ്. ഇലാസ്റ്റിക്. നല്ല കളറാണ്. ഇത് മീഷോയിൽ പർച്ചേസ് ചെയ്തതാണ്. അതും എത്ര രൂപയാണ്? 320 റുപ്പീസാണ്. നമുക്ക് മാല അങ്ങനെ മാല ഉണ്ടാക്കണ ഈ മുത്ത് മൊത്തം വേണം. അതൊന്നും വേണ്ട, ഇത് എനിക്ക് തന്നെ ധാരാളം. ഇത് ചിലപ്പോൾ അയച്ചിട്ട് ഒരാൾ മാല ഉണ്ടാക്കാൻ തരും. അപ്പം ഞാൻ കൊടുക്കൂല കേട്ടോ മുത്ത്. സമയം തീരാറായി ഗൈസ്. ഇതിപ്പോൾ മാല തന്നെയായി, ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന മാല. സത്യം. ഇത് കെട്ടുമ്പോൾ കാലിൽ പാസരാക്കിയില്ല. ദിയയും അബീൻ്റെയും കസിൻസാണ്. സീന അത് പറയണ്ടേ, മറ്റേത് പറയണ്ട, എനിക്ക് മടുത്തു. സീനൻ്റെ കസിൻസാണ് അബി, ദിയൻ്റെ കസിൻസാണ് ദിയ. അത് കണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെയല്ല. ആൻഡ് സീന അങ്ങനെയല്ല പറയുന്നത്. അപ്പോൾ ഗൈസ്, അമ്മൂൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് അമ്മൂ എന്നാണെങ്കിലും ഞങ്ങൾക്ക് വിളിക്കുന്നത് കുമ്മു എന്നാണ്. ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ അമ്മണീനെ വിളിക്കുന്നത് അമ്മണി പശു എന്നാണേ. അതാണ് ഗൈസ് കറക്റ്റ് പേര് പറഞ്ഞു കൊടുത്തു ഗൈസ്. അതെ ഗൈസ്, എന്നെ വിഭു കുട്ടി എന്നെ എങ്ങനെ വിളിക്കുക? വിഭു കുട്ടിയല്ല, വിഭു ചട്ടി എന്ന് വേണം വിളിക്കാൻ. വിഭു വേറെ എന്തെങ്കിലും പറയും ഞാൻ. അതന്നെ എനിക്ക് തോന്നി അവൾ അതാ മനസ്സിൽ വെച്ചത്. പക്ഷെ അത് പറയാൻ പറ്റില്ല നമ്മള്. അവൻ പിന്നെ ഒരു ഇതാണ്, എന്താ പറയുക, പിന്നെ മിഥിലെ അവൻ വിളിക്കുന്നത് ക്ലോസറ്റ് മുതലാന്നാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ മിഥിലയുടെ മിണ്ടില്ല ഗൈസ്. അവൾ ഞങ്ങളെ മിണ്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ അവിടെയും മിണ്ടില്ല അല്ലേ? അപ്പം അടുത്ത വീഡിയോ കാണാം. ഇത് ആദ്യ കൈ എന്നറിയോ ഗൈസ്? എൻ്റെ കയ്യിൽ, എൻ്റെ 2 കൈയും പിടിച്ചിട്ടുണ്ടാവും, ഇവളുടെ കയ്യിലാണ്. അല്ലേ, ഞാനിപ്പോൾ അമ്മൂൻ്റെ ബാക്കിലാണുള്ളത്. ഒന്നുമല്ല കേട്ടാ, അറിയാവുന്നവർ ഗസ് ചെയ്യുക. ഞാനിപ്പോൾ അമ്മൂൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട് ഗൈസ്. കണ്ടു? ചേറിൻ്റെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്.